കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തതിൽ കുട്ടിയുടെ നാവിന് കെട്ടുണ്ടായിരുന്നു എന്ന വാദത്തിൽ ഉറച്ച ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിജോൺ ജോൺസൺ. എസിപിയുടെ ചോദ്യം ചെയ്യലാണ് ഡോക്ടർ ഇക്കാര്യം ആവർത്തിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച വിദഗ്ധ സംഘം ഡിഎംഇക്ക് റിപ്പോർട്ട് നൽകി. നാവിൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുൻപായി ബന്ധുക്കളുടെ സമ്മതം വാങ്ങിയില്ല എന്നത് മാത്രമാണ് താൻ ചെയ്ത തെറ്റെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ബിജോൺ ജോൺസൺ. ഇന്നലെ ഉച്ചയോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മെഡിക്കൽ കോളേജ് എസിപി പ്രേമചന്ദ്രൻ ഡോക്ടറുടെ മൊഴിയെടുത്തത്. ഡിഎംഇ തീരുമാനിച്ച വിദഗ്ധ സംഘം മൊഴിയെടുത്തപ്പോൾ സമാന മൊഴിയാണ് നഴ്സുമാരും ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാരും നൽകിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിസിൻ വിഭാഗം തലവൻ, സർജറി വിഭാഗം തലവൻ തുടങ്ങിയ 3 അംഗ ഡോക്ടർമാരായിരുന്നു വിദഗ്ധ സംഘം. അതേസമയം ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായും ഡോക്ടർക്ക് അനുകൂലമായി സംസാരിക്കാൻ സമ്മർദ്ദമുണ്ടെന്നും കുട്ടിയുടെ രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിരുന്നു. കേസുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞിരുന്നു. ഡോക്ടർ ബിജോണിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KGMCTA ഡിഎംഇക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.